വെൽക്കം ടു ക്യുആ ലക്സ് തുവ. ക്യുആ ലക്സ് തുവ എന്നത് ഒരു ലാറ്റിൻ പദം ആണ്. അതിൻ്റെ അർത്ഥം നോ യുവർ ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് ഇന്ത്യയുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു നിയമ ഭേദഗതിക്ക് കാരണമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ്. ഈ കേസ് പൊതുവെ മധുര റേപ്പ് കേസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒഫീഷ്യലി അത് തുക്കാറാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ പേര്. അതിൻ്റെ സൈറ്റേഷൻ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ കേസ് മധുര കേസ് എന്നുള്ളത് വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു കേസാണ്, അങ്ങനെ വേണം പറയാൻ. ഈ കേസിനേക്കാൾ ഈ കേസോ അല്ലെങ്കിൽ കേസിന് ആസ്പദമായ സംഭവങ്ങളോ അല്ല, മറിച്ച് ഈ കേസിന്റെ വിധിക്ക് ശേഷമുണ്ടായ ഇന്ത്യയുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഈ കേസിനെ ഇത്ര പ്രസിദ്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ അതിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് ദേശായിഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതൊരു ആദിവാസികളുടെ ധാരാളം ഉള്ള ആദിവാസി ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു ആദിവാസി പെൺകുട്ടിയാണ് മധുര. മധുരയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മധുരയുടെ അമ്മയും അച്ഛനും മരിച്ചുപോയി. മധുരയ്ക്ക് ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഏട്ടനും മധുരയും, അതായത് നമ്മൾ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് മധുരയ്ക്ക് ഏതാണ്ട് ഒരു 16 വയസ്സ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് മധുരയും ഏട്ടനും അവരുടെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു, ലേബറേഴ്സ് ആയിട്ട് ജോലിക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ വീട്ടിലുള്ള അവരുടെ ഒരു ബന്ധുവുമായിട്ട് ഈ മധുര ഇഷ്ടത്തിലായി. എന്തായാലും സാധാരണ നമ്മൾ കേൾക്കാറുള്ള കഥകളിലൊക്കെ പോലെ തന്നെ ഇത് മധുരയുടെ ഏട്ടനെ അറിയുകയും പ്രശ്നമാവുകയും ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി. ഇത് ശരിയാവില്ല എന്നുള്ള മട്ടിൽ വർത്തമാനം ഒക്കെ ഉണ്ടായി. അതിനുശേഷം ഒരു ദിവസം, അതായത് ഈ സംഭവങ്ങൾ നടക്കുന്നത് മാർച്ച് 26, 1972. ആ ദിവസം വീട്ടില് കുട്ടിയെ കാണാനിട്ട് ഏട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. എൻ്റെ അനിയത്തിയെ കാണാനില്ല എന്ന് മാത്രമല്ല, അത് അയാളുടെ പേര് അശോക് എന്നാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മധുര ഇഷ്ടത്തിലായിരുന്ന ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് അശോക് എന്നാണ്. അപ്പൊ അശോക് എന്നുള്ള ആള് എൻ്റെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മധുരയുടെ ഏട്ടൻ അവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഈ കംപ്ലൈന്റിനെ തുടർന്ന് അപ്പൊ ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളും ഒരു ഹെഡ് കോൺസ്റ്റബിളും, അവർ രണ്ടുപേരും അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രാമമാണ്, ഒരുപാട് ആളുകളൊന്നുള്ളൊരു സ്ഥലമല്ല, ആളെ വിട്ട് വിളിപ്പിച്ചു. അപ്പൊ ആളെ വിട്ട് വിളിച്ചപ്പോ എല്ലാവരും, അതായത് മധുര, ഈ അശോക് എന്ന് പറയുന്ന ആള്, പിന്നെ അയാളുടെ ബന്ധുക്കളായിട്ടുള്ള, അതായത് മധുര ജോലിക്ക് നിന്നു എന്ന് പറഞ്ഞില്ലേ ആ വീട്ടിലത്തെ ആൾക്കാര്, എല്ലാവരും വന്നു. എല്ലാവരോടും നിർബന്ധമായിട്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും 70s കാര്യമാണ് നമ്മൾ പറയണത്. അതും മഹാരാഷ്ട്രയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ, അതും ആദിവാസി ഗ്രാമത്തിൽ. ഇപ്പൊ പോലും മഹാരാഷ്ട്രയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ പോലീസുകാരെ ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ അന്നൊന്നും ഇത് പറയുന്നേ വേണ്ട. എന്തായാലും പോലീസുകാർ ആളെ വിട്ട് വിളിച്ചപ്പോൾ ഇവരെല്ലാവരും കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ചെയ്തു. ഇവരെല്ലാവരും വരണ സമയത്ത് ഏതാണ്ട് ഒരു രാത്രി 7, 7:30, 8 മണി ആയിണ്ടായിരുന്നു അത്രേ. എന്തായാലും ഓരോരുത്തരുടെയും മൊഴികൾ എടുത്തു. അപ്പോൾ അതിൽ കിഡ്നാപ്പ് ഒന്നും ഇല്ലയെന്നും മധുരയുടെ ഇഷ്ടത്തിന് അശോകിന്റെ കൂടെ പോയതാണെന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഇവർ അതൊക്കെ എഴുതിയെടുത്തു. എന്നിട്ട് ഒരു 9:30, 10 മണി സമയത്ത് എല്ലാവരോടും പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്, എല്ലാം ശരിയായിട്ടുണ്ട്, ഇനി നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോകുന്ന സമയത്ത് ഗണപത് എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ, തുക്കാറാം എന്ന് പറഞ്ഞിട്ട് വേറൊരു പോലീസുകാരൻ, ഞാൻ പറഞ്ഞല്ലോ ഒരാൾ കോൺസ്റ്റബിളും മറ്റേ ഹെഡ് കോൺസ്റ്റബിളുമാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞു അത്രേ, മധുരയുടെ മൊഴി ഞങ്ങൾ എടുത്തിട്ടില്ല, അതുകൊണ്ട് മധുര ഇവിടെ നിൽക്കട്ടെ, നിങ്ങളെല്ലാവരും പൊക്കോളിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പോലീസുകാർ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു കൾച്ചറുള്ള ഒരു സ്ഥലത്ത് ബാക്കി എല്ലാവരും ആ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലാക്കി പുറത്തേക്ക് പോയി. പേടിച്ചിട്ടാണെങ്കിലും അവർ പോയി. അപ്പോൾ ഇനിയാണ് സംഭവങ്ങൾ നടക്കുന്നത്. അതായത് അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്കായി പോയ ആ മധുരയെ ഈ ഗണപത് അല്ലെങ്കിൽ തുക്കാറാം എന്ന് ഈ രണ്ടുപേരും കൂടി ചേർന്ന് റേപ്പ് ചെയ്തു. പിറ്റേ ദിവസം മധുര തിരിച്ചെത്തുകയും മധുര ഇത് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആ ചെറിയ ഗ്രാമത്തിലെ ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഇത് ശരിയല്ല, കാരണം ഇന്നലെ നമ്മൾ അവിടുന്ന് പോന്നതാണ്, ഇത് വിശ്വാസവഞ്ചനയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കി.
അതിനെ തുടർന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്തിനു പറയുന്നു? ഈ കേസ് ട്രയൽ കോടതിയിൽ വന്നപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയ തെളിവുകൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ അവിടുത്തെ മൊത്തം സിസ്റ്റം ഉണ്ടാക്കിയ ഇൻഫറൻസസ്, അതിന്റെ ബേസിസിൽ വന്ന വിധി ഇങ്ങനെയായിരുന്നു. അതായത് അവിടെ റേപ്പ് ഒന്നും നടന്നിട്ടില്ല, മധുര സ്വന്തം ഇഷ്ടപ്രകാരം പോലീസുകാർക്ക് സബ്മിറ്റ് ചെയ്തതാണ്. അത് മാത്രമല്ല, മൊത്തം സ്ത്രീകൾക്ക് തന്നെയും അപമാനം തോന്നുന്ന രീതിയിലുള്ള ചില കമന്റ്സും ആ വിധിയുടെ ഭാഗമായിട്ട് വന്നു. അതായത് ഈ കുട്ടി ഷീസ് ഹാബിച്വേറ്റഡ് ടു സെക്ഷൽ ഇന്റർകോഴ്സ്, അതുകൊണ്ട് ഈവൻ ദോ ഷി വാസ് അൺമാരീഡ്, അവിവാഹിതയാണെങ്കിൽ എന്താ, ഇതൊക്കെ ആ കുട്ടിക്ക് ശീലമുള്ളതാണ്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രാത്രി നിൽക്കണ പോലീസുകാരെ ഈ കുട്ടി പ്രലോഭിപ്പിച്ചിട്ടായിരിക്കും ഇതൊക്കെ നടന്നത്. അതുകൊണ്ട് സെക്ഷൻ 375 ഇന്ത്യൻ പീനൽ കോഡ് പറയുന്ന രീതിയിലുള്ള ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല. പാവം പോലീസുകാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ കുട്ടി അവരെ പ്രലോഭിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു തെറ്റും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയും ഈ പോലീസുകാരെ വെറുതെ വിടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഒരു അപ്പീൽ പോയി. സ്റ്റേറ്റ് ആണല്ലോ എതിർകക്ഷി, സ്റ്റേറ്റ് ഒരു അപ്പീൽ പോയി ഹൈക്കോടതിയുടെ, അതായത് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിലാണ് ഈ കേസ് വന്നത്. അപ്പോൾ ഹൈക്കോടതി കുറെ കൂടി സീരിയസ് ആയി ഈ ഇഷ്യൂവിനെ നോക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്തു. അപ്പൊ അന്ന് ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജി പറഞ്ഞത്, സബ്മിറ്റ് ചെയ്തു എന്നത് ശരിയാണെങ്കിൽ പോലും സബ്മിഷൻ ഡസ് നോട്ട് മീൻ കൺസെന്റ്. കാരണം അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടി വേറെ എന്ത് ചെയ്യും? ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു വാദഗതി ട്രയൽ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതായത് ഈ കുട്ടി സമ്മതിച്ചു. അപ്പോൾ അതിൽ മധുര പറഞ്ഞ കാരണം എന്താ വെച്ചാൽ, എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരെ എന്നെ ഭീഷണിപ്പെടുത്തി. അതായത് നീ ഞങ്ങൾ പറയണത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ഏട്ടനെയും നിന്റെ കാമുകനെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടുന്നു മാത്രമല്ല, പിന്നെ അവർ ഒരിക്കലും പുറം ലോകം കാണില്ല എന്ന മട്ടിൽ അവർ ഭീഷണിപ്പെടുത്തി. ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവരെന്റെ വായ പൊത്തിപ്പിടിച്ചു എന്നൊക്കെയാണ് മധുര പറഞ്ഞത്. അപ്പൊ ഹൈക്കോടതി പറഞ്ഞത്, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമത്തില് പുറം ലോകം കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടി 2 പോലീസുകാർ മാത്രമുള്ള ആ പോലീസ് സ്റ്റേഷനിൽ ഭീഷണിക്ക് വഴങ്ങി എന്നതാണ് കൂടുതൽ ശരി. അല്ല, അതിന്റെ അർത്ഥം അവൾ അതിന് സമ്മതിച്ചു എന്നല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. അങ്ങനെ അന്ന് നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡിന്റെ 375 സെക്ഷൻ 375 പ്രകാരം 376 ആണ് അതിന് പണിഷ്മെന്റ്. ഒരാൾക്ക് 1 കൊല്ലത്തേക്കും മറ്റാൾക്ക് 5 കൊല്ലത്തേക്കും തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ സ്പെഷ്യൽ ലീവായിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറയുണ്ടായി, സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ട് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ സുപ്രീം കോടതിയെ കൺവിൻസ് ചെയ്യണം ഇതിലൊരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ട്. അങ്ങനെ എന്തിനു പറയുന്നു, തുക്കാറാം എന്ന് പറയുന്ന പോലീസുകാരൻ, തുക്കാറാം പിന്നെ ഗണപതി, അവരെ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ട് പോയി. സുപ്രീം കോടതിയിൽ വന്നപ്പോൾ കഥയൊക്കെ ആകെ മാറി. സുപ്രീം കോടതി ജഡ്ജസ് അതിനെ നോക്കിക്കണ്ടത് ട്രയൽ കോടതി ജഡ്ജി എങ്ങനെയാണോ നോക്കിക്കണ്ടത് ഏതാണ്ട് അതേ മട്ടിലാണ്. കുറച്ചുകൂടി വിചിത്രമായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് കോടതി അതിൽ നടത്തിയത്. കോടതി പറഞ്ഞത്, ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മധുരയ്ക്ക് അതിന് സമ്മതമല്ലായിരുന്നെങ്കിൽ ബഹളം കൂട്ടാമായിരുന്നു. ബഹളം കൂട്ടി എന്നതിന് തെളിവില്ല. ബഹളം കൂട്ടി എന്ന് മധുര പറയുന്നുമില്ല. എന്ന് മാത്രവുമല്ല, ശരീരത്തിൽ മാരകമായ മുറിവുകളൊന്നുമില്ല. അതായത് ഫോഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താണ്? ട്രയൽ കോടതി കണ്ടതുപോലെ ഈ കുട്ടി ഷീ ഈസ് ഹാബിച്വേറ്റഡ് ടു സെക്ഷൽ ഇന്റർകോഴ്സ്, അതുകൊണ്ട് ഷീ ഹാസ് ഇൻവൈറ്റഡ് പോലീസ്മെൻ ടു ഡു ദാറ്റ്. അതല്ലാതെ ഈ കുട്ടി അനാവശ്യമായി പോലീസുകാർക്കെതിരെ കംപ്ലൈന്റ് പറയുകയാണ്. കാരണം പുറത്തുള്ള ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ ഉണ്ടാക്കി പറയുകയാണ്. സത്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് തന്നെ ഇല്ല. ഷീ ഹാസ് കൺസെന്റഡ് ടു ഇറ്റ്, ആൻഡ് കൺസെന്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിന് സെക്ഷൻ 375 പ്രകാരം റേപ്പ് എന്ന് പറയാനേ പറ്റില്ല എന്ന് പറയുകയും കോടതി ഇവരെ വെറുതെ വിടുകയും ചെയ്തു. വളരെ നിർഭാഗ്യകരമായ ഈ വിധി പ്രസ്താവത്തിന് ശേഷം നിയമം പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ പേര്, പ്രൊഫസർ ഉപേന്ദ്ര ബക്ഷി. ഇന്ത്യ തന്നെ കണ്ടിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള വളരെയധികം അറിവുള്ള ഒരു ലോ പ്രൊഫസറാണ് പ്രൊഫസർ ഉപേന്ദ്ര ബക്ഷി. അദ്ദേഹവും അദ്ദേഹത്തിനെ പോലുള്ള മറ്റ് കുറച്ച് നിയമ അധ്യാപകരും ഒന്നിച്ച് ഈ വിധി പ്രസ്താവം വന്നതിന് ശേഷം ഒരു തുറന്ന കത്തെഴുതി, ഓപ്പൺ ലെറ്റർ ടു സുപ്രീം കോടതി എന്ന് തുറന്ന കത്തെഴുതി. ആ കത്തിൽ പ്രൊഫസർ ഉപേന്ദ്ര ബക്ഷി ചോദിക്കുന്നത് ഇങ്ങനെയാണ്:
അതായത് ഇന്ത്യയുടെ സദാചാര ബോധത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ, അതായത് വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾക്ക് ഇതൊന്നും പാടില്ല എന്നാണ്. ഇനി അഥവാ അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ത്യയിലെ പോലീസുകാർക്ക് മുഴുവൻ അവരെ റേപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് ഉപേന്ദ്ര ബക്ഷി വളരെ ബ്ലണ്ട് ആൻഡ് ഷാർപ്പ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതി. ആ ലെറ്റർ ഓപ്പൺ ലെറ്റർ ആയിരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യാവകാശ പ്രവർത്തകരും സ്ത്രീ സമത്വവാദികളും എന്തിന് സാധാരണ ആളുകൾ പോലും, കാരണം ഇന്ന് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുന്നതിലും വളരെ കൂടുതൽ ഷോക്കാണ് അന്ന് ആ വാർത്ത വായിച്ച എല്ലാവർക്കും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഔട്ട്ക്രൈ തന്നെ ഈ വിധിയെ തുടർന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. പലതരത്തിലും ആളുകൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അതിനെതിരെ പല പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതുകയും അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് പ്രൊട്ടസ്റ്റ് അതിനുശേഷം ഉണ്ടായി. ഈ വിധി വന്നത് 1978 അതിനെ തുടർന്ന് ഏതാണ്ട് ഒരു വർഷത്തോളം ഇത്ര സീരിയസ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റും ഈ ആറ്റിറ്റ്യൂഡും സത്യത്തിൽ വീണ്ടും, അതായത് മധുര കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണം എന്ന് വരെ ആളുകൾ ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി ഇന്ത്യൻ പീനൽ കോഡിലോ ഇന്ത്യയുടെ ക്രിമിനൽ നടപടിക്രമത്തിലോ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അതായത് ക്രിമിനൽ കേസിൽ ഫൈനാലിറ്റി ഓഫ് ജഡ്ജ്മെന്റ് എന്നുള്ള സാധനം വേണം. അതുകൊണ്ട് അത് ഒരിക്കലും തുറന്ന് വീണ്ടും അത് വാദം കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും ഈ വിധിയും അതിനെ തുടർന്നുണ്ടായ പ്രൊട്ടസ്റ്റും കാരണം 1983 വളരെ പ്രധാനമായിട്ടുള്ള ഒരു ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് പാസ്സാക്കുകയുണ്ടായി. ഇനി ആ ആക്ടിൽ എന്താ പറയണതെന്ന് നോക്കാം. ആ ആക്ട് മെയിൻലി ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ, ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങളിലും സാരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പ്രധാനമായും അതായത് ഇന്ത്യൻ പീനൽ കോഡിന്റെ ആഡ് ചെയ്ത പ്രൊവിഷൻസ്, അതായത് റേപ്പ് കേസസിൽ വിക്ടിമിന്റെ ഐഡന്റിറ്റി പുറത്തു പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെ പുറത്തു പറയുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് വരെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആഡ് ചെയ്തു. പിന്നെ കാര്യമായി മാറ്റം വരുത്തിയത് സെക്ഷൻ 375 ഡെഫിനേഷൻ ഓഫ് റേപ്പ്, പിന്നീട് പണിഷ്മെന്റ് ഓഫ് റേപ്പ് സെക്ഷൻ 376A, B, C, D എന്ന് 4 പ്രൊവിഷൻസ് അതിൽ ആഡ് ചെയ്തു. സമാനമായ മാറ്റങ്ങൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ഉണ്ടായി. വളരെയധികം മാറ്റങ്ങൾ വരുത്തിയ ഒരു ക്രിമിനൽ ലോ അമെൻമെന്റ് ആയിരുന്നു ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഈ കേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇതിൽ പറയുന്നത്. കാരണം ഒന്ന്, കസ്റ്റോഡിയൽ റേപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ക്രൈം തന്നെ ഈ ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്താന്ന് വെച്ചാൽ, ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു ജയിലിലോ അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഹോമിലോ റിമാൻഡ് ഹോമിലോ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി അതിന്റെ അതോറിറ്റി, അതായത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലീസുകാർ, അതല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ ജയിലർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷെൽട്ടർ ഹോമിലോ അല്ലെങ്കിൽ റിമാൻഡ് ഹോമിലോ ആണെങ്കിൽ അതിന്റെ അധികാരികൾക്കെതിരെ ആണ് ഒരു റേപ്പ് കംപ്ലൈന്റ് കൊടുക്കുന്നത് എങ്കിൽ അതിനെ അതായത് ദ വുമൺ ഇസ് ഇൻ ദെയർ കസ്റ്റഡി, അതിനെ കസ്റ്റോഡിയൽ റേപ്പ് എന്ന് പറയുന്ന പ്രത്യേക പ്രൊവിഷൻ ഉണ്ടാക്കുകയും ഇനി കസ്റ്റോഡിയൽ റേപ്പിന്റെ പണിഷ്മെന്റും അതിന്റെ നടപടിക്രമങ്ങളിലുമാണ് കാര്യമായ മാറ്റങ്ങൾ വരുത്തിയത്. അതെന്താന്ന് പറയാം. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ മാറ്റങ്ങൾ വരുത്തി. ഒന്ന്, ഇത് വിക്ടിമിന്റെ ഐഡന്റിറ്റി ഒരു തരത്തിലും പുറത്തു പറയാൻ പാടില്ല വിത്തൗട്ട് ഹെർ കൺസെന്റ്. ഇനി വിക്ടിം മരിക്കുന്ന കേസുകളിൽ നെക്സ്റ്റ് ഓഫ് കിന്നിന്റെ കൺസെന്റ് വേണം. പിന്നീട് പല കേസുകളിലും, ഇപ്പൊ നിർഭയ കേസിലൊക്കെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ആ കുട്ടിയെ നിർഭയ എന്ന് വിളിക്കുന്നത് ആ കുട്ടി കാണിച്ച അസാധാരണമായ ധൈര്യത്തിന്റെ പേരിലാണ്. ആ കുട്ടിയുടെ പേര് ആരും അറിയാൻ പാടില്ല, വിക്ടിമിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ കൊണ്ടുവന്നത്, ഇത്തരത്തിലുള്ള ഒഫൻസസിന്റെ ട്രയൽ നടക്കുന്നത് പബ്ലിക് കോർട്ടിൽ ആവാൻ പാടില്ല. അതായത് വിക്ടിമിന് ധൈര്യമായി സംസാരിക്കാൻ സാഹചര്യം ഒരുക്കുന്ന രീതിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം എന്നത് ഈ ആക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ ആയിരുന്നു. ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്ടില് 114A ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം കൊണ്ടുവന്നത് എന്താ വെച്ചാൽ, സാധാരണ ഇന്ത്യൻ ലോ സിസ്റ്റം, ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പൊതുവെ അത് കോമൺ ലോ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്ന ഒന്നാണ്. അഡ്വേഴ്സറിയൽ സിസ്റ്റം എന്നാണ് അതിന് പറയുക. അതായത് ഒരു പ്രതി കുറ്റം ചെയ്ത് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുമ്പോൾ കോടതി വിചാരിക്കുന്നത് അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. കോടതിയുടെ റോൾ എന്താണ്? ഒരു റെഫറിയുടെയോ ഒരു അമ്പയറുടെയോ റോളാണ്.
അതായത് ഈ ഫൈറ്റ് നടക്കുന്നത് പ്രോസിക്യൂഷനും ഡിഫൻസും തമ്മിലാണ്. അതിൽ ഒരു പക്ഷവും ചേരാത്ത ഒരു റഫറിയുടെ റോൾ മാത്രമാണ് കോടതിക്കുള്ളത്. ഇത്തരം സിസ്റ്റങ്ങൾ പൊതുവെ അക്യൂസ്ഡ് അല്ലെങ്കിൽ പ്രതിക്ക് ഫേവർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ സംശയം ബാക്കിയാവുകയാണെങ്കിൽ അതിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ സിസ്റ്റമാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ UK, അമേരിക്കയിൽ കോമൺ ലോ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും ഇതാണ് സിസ്റ്റം. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഫ്രാൻസിൽ, ജർമ്മനിയിൽ, ഇറ്റലിയിൽ, പിന്നെ പ്രൊമിനന്റ് മുസ്ലിം കൺട്രീസിൽ, സൗദി അറേബ്യ, അങ്ങനെയുള്ള സമയത്ത് അതിന് ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം എന്നാണ് പറയുക. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇവിടെ 114A പ്രധാനമായി വന്ന വ്യത്യാസം എന്താ വെച്ചാൽ, കസ്റ്റോഡിയൽ റേപ്പ് റിപ്പോർട്ട് ചെയ്താൽ പ്രതി കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുമ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രിസംഷൻ ഓഫ് ഇന്നോസെൻസ് ഉണ്ടല്ലോ, അതായത് പ്രതി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ആ പ്രിസംഷൻ അതിനെ എടുത്തു കളഞ്ഞു. സെക്ഷൻ 114 പ്രകാരം കോടതിക്ക് മുമ്പിൽ ഹാജരാകുന്ന പ്രതി കൺസെന്റ് കൂടാതെ ഈ പ്രവൃത്തി ചെയ്തു എന്ന് കോടതി അസ്യൂം ചെയ്യും. അതുവഴി ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇരയ്ക്ക് ഫേവർ ആവുകയാണ് ചെയ്യുന്നത്. ഇത്രയും അഡ്വേഴ്സറിയൽ സിസ്റ്റം അക്യൂസ്ഡിനെ ഫേവർ ചെയ്തിരുന്നെങ്കിൽ 114A അപ്ലൈ ചെയ്യുമ്പോൾ സിസ്റ്റം വിക്ടിമിനെ ഫേവർ ചെയ്യും. പ്രധാനമായിട്ട് വന്ന ക്രിമിനൽ ലോ ഭേദഗതികൾ ഇതൊക്കെയാണ്. സത്യത്തിൽ മധുര എന്ന ആദിവാസി പെൺകുട്ടി സ്വന്തം ജീവിതത്തിൽ നല്ലതൊന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, ഇന്ത്യയിലെ നിയമ വ്യവസ്ഥിതിയിൽ നിന്നും മധുരയ്ക്ക് നീതിയൊന്നും കിട്ടിയില്ല. പക്ഷെ എന്നാൽ പിന്നീട് ആയിരക്കണക്കിന് പെൺകുട്ടികൾക്കും ആയിരക്കണക്കിന് സ്ത്രീകൾക്കും നീതി ലഭിക്കാൻ ഉതകുന്ന നിയമ സംവിധാനത്തിന്റെ മാറ്റത്തിന് മധുര കാരണമായി. ഇനി മറ്റൊരു കേസുമായിട്ട് മറ്റൊരു ദിവസം.